കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഒന്നാമത്തെ ഭാഗം നമ്മൾ പറഞ്ഞിരുന്നു. ഞാൻ ചിന്തിക്കുന്നു ഇന്ന് രാത്രികാലം ഇത് ഇച്ചിരി വളരെ ടഫായിട്ടുള്ള വേദഭാവമാണ്. നമ്മൾ സിമ്പിളായിട്ട് വായിച്ച് പോയാൽ മനസ്സിലാകുന്ന ഇതിനകത്ത് ഇച്ചിരി കട്ടിയായിട്ടുള്ള തിയോളജിക്കലായിട്ടുള്ള പല കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വചനം ഇരുന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് എങ്ങനെ ഇത് തുടങ്ങി എങ്ങനെ അവസാനിപ്പിക്കുമെന്നുള്ള ഒരു വലിയ ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. കാരണം അതുപോലെ വളരെ ആഴത്തിലുള്ള വേദഭാഗങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് ഇരിക്കുന്നത്. കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. ഞാൻ പറഞ്ഞതുപോലെ സിമ്പിളായിട്ട് ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എനിക്ക് പറയുന്നതിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കത് ഗൈഡ് ചെയ്ത് തരണം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞപ്പോൾ അവസാനിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ട്, 2 സ്വസ്ഥതയെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന്, അത് നിങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതിലേക്ക് ഞാൻ കടന്നു വരുന്നുണ്ട്. 3-ാം വാക്യത്തിൽ നമ്മൾ 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം തുടങ്ങുമ്പോൾ അതിൻ്റെ ആദ്യത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. 3-ന്റെ 1-ാമത്തെ വാക്യം, അതിൻ്റെ 1-ാം ഭാഗം മാത്രം വായിച്ചാൽ മതി. 3-ാം വാക്യത്തിൻ്റെ 4-ന്റെ 3 അത്ര മതി. ഇവിടെ ഒന്നാമത് പറയുകയാണ്, വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. എന്നാൽ രണ്ടാമത് നമ്മൾ പഠിച്ചില്ല എങ്കിലും ആ വാക്യം കൂടെ ഒന്ന് വായിക്കാം. നമ്മളിങ്ങനെ വായിക്കുന്നത് അതിൻ്റെ 11-ാം വാക്യം ഒന്ന് വായിക്കാം. 10-11 കൂടെ വായിച്ചു. 10-11. ദൈവം തന്റെ പ്രവൃത്തികളിൽ എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായി തീർന്നു. അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഉത്സാഹിക്കുക. മതി. ഇവിടെ നമ്മൾ 3-ാം വാക്യത്തിൽ വിശ്വസിക്കുന്നവർ കയറുന്നൊരു സ്വസ്ഥതയും, നമ്മളതേ 10-11 വാക്യങ്ങളിൽ നമ്മളോട് ഇങ്ങനെ പറയുന്നത്, ദൈവത്തിൻ്റെ ജനത്തിന് അനുഭവിച്ചിരിക്കുന്ന ഒരു ശബ്ബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ഡിലിജൻ്റ് ആയിരിക്കണം, എൻ്റർ ഇൻ ടു ദാറ്റ് റെസ്റ്റ്. അന്നേരം ഇവിടെ ഈ 2 റെസ്റ്റിനെ പറ്റി പറയുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു. 9-ാം വാക്യത്തിൽ പറയുമ്പോൾ അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബ്ബത്ത് അനുഭവം, ഇംഗ്ലീഷിൽ അത് ശബ്ബത്ത് റെസ്റ്റ് എന്നാണ് പറയുന്നത്. ബാക്കിയുള്ളിടത്തെല്ലാം റെസ്റ്റ്, സ്വസ്ഥത എന്നുള്ള വാക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഹിസ് റെസ്റ്റ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ശബ്ബത്ത് അനുഭവം എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും ഒന്ന് തിരിച്ചു മനസ്സിലാക്കി പഠിക്കാനാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര ടഫായിരിക്കും നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ. അതുകൊണ്ട് ശ്രദ്ധയോടെ നമുക്ക് മനസ്സിലാകാത്തതുണ്ടെങ്കിൽ പിന്നീട് അറിയിച്ചു കഴിഞ്ഞാൽ സമയം പോലെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. നമ്മളിവിടെ അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചപ്പോൾ നമ്മൾ കണ്ടത്, അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വായിച്ച വേദഭാഗത്ത് സ്വസ്ഥതയെ പറ്റിയുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 1-2 വാക്യങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്വസ്ഥതയെ പറ്റി പറയുകയാണ്. നമുക്കറിയാം, അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 1-ാം വാക്യത്തിൽ അതിൻ്റെ 3-ാം അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ അവർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ദൈവം പറഞ്ഞ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല എന്ന് പറഞ്ഞിട്ട്, പിന്നീട് 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു, അവർക്ക് വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് അവർക്ക് ഉപകാരമായി വന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവർ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല. എന്നിട്ട് 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുമ്പോൾ വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കനാൻ നാടിൻ്റെ സ്വസ്ഥതയെ താരതമ്യം ചെയ്തിട്ട് 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഇപ്പോൾ ലഭ്യമാകുന്ന ഒരു സ്വസ്ഥത നമുക്ക് കിട്ടാതെ പോയി വരരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് 1-ാം വാക്യം തുടങ്ങുന്നത്. അതിൻ്റെ 2-ാം വാക്യത്തിൽ പറയുമ്പോൾ ഒരു കമ്പാരിസനാണ്. ആ കമ്പാരിസൺ എന്ന് പറയുന്നത് നമ്മളും ആ ഇസ്രായേൽ മക്കൾ തമ്മിലൊരു കമ്പാരിസൺ. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാണ്. അന്നേരം ഒരു കമ്പയർ ചെയ്യുകയാണ്.
ഇസ്രായേൽ മക്കൾക്ക് കേട്ട സദ്വർത്തമാനം എന്താണ്, നമുക്ക് കേട്ട സദ്വർത്തമാനം എന്താണ്, കമ്പയർ ചെയ്തിട്ട് അവർക്ക് പറ്റിയ പ്രോബ്ലം എന്താണെന്ന് നമ്മളോട് പറയുക. അവരെന്ത് ചെയ്തില്ല, ഈ സദ്വർത്തമാനത്തെ വിശ്വാസം കൊണ്ട് മിക്സ് ചെയ്തില്ല. അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ അവര് വിശ്വാസമായി പരിണമിച്ചില്ലെന്നാ, ദേ ഹാവ് നോട്ട് യുണൈറ്റഡ് വിത്ത് ഫെയ്ത്ത് എന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ചെയ്യാഞ്ഞത് കൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അവർക്ക് ഉപകാരമായി വന്നില്ല. മീൻസ് അവര് അതിനകത്ത് എൻ്റർ ചെയ്തില്ല. എന്നിട്ട് 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വരുമ്പോൾ ഒരു ഡിഫറൻസ് പറയുക. അവര് നാമസദ്വർത്തമാനം കേട്ടു, അവർക്കത് ഉപകാരമായി വന്നില്ല. എന്നാൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഈ സദ്വർത്തമാനം കേട്ട് വിശ്വസിച്ചവരായ നാം എവിടെ പ്രവേശിക്കുന്നു? സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും അത് അത്രയും ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ ആണല്ലോ എല്ലാവരും അല്ലേ? അന്നേരം എന്നാൽ ഇനിയും നമ്മൾ വായിക്കാൻ പോകുന്ന വേദഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ആണോ? അത് ഒന്ന് മനസ്സിലാക്കിയെന്ന് ഈ കാര്യം നിങ്ങൾ ആരെയും എനിക്ക് കാണത്തില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇച്ചിരി കട്ടിയായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അന്നേരം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വേദഭാഗത്ത് വരുമ്പോൾ വീണ്ടും അങ്ങനെ സ്വസ്ഥതയിൽ പ്രവേശിച്ച് വിശ്വസിക്കുന്നവരായ അല്ലെങ്കിൽ അവർ കടന്നു ചെല്ലുന്നതായ ഒരു സ്വസ്ഥതയെ പറ്റി പറയുകയാണ്. 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഫോർ വി ഹു ഹാവ് ബിലീവ്ഡ് ഡു എൻ്റർ ഇൻ ടു ദ റെസ്റ്റ്. വിശ്വസിച്ചവരായ നാമല്ലോ ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. അതിൻ്റെ ഒരു ട്രാൻസ്ലേഷനിൽ വി ഹു ബിലീവ് ആർ എൻ്ററിങ് ഇൻ ദ റെസ്റ്റ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു കാര്യത്തിന്റെ എൻട്രൻസിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ പറയും, ഇപ്പൊ നമ്മൾ വലിയൊരു മാളിനകത്ത് കയറുക എന്ന് വിചാരിക്കുക. ഇപ്പൊ എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അച്ഛാ ഞാനിപ്പം ദുബായ് മാളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വാതുക്കൽ കയറുന്നേ ഉള്ളായിരിക്കും ദുബായ് മാൾ എന്ന് പറയുമ്പോൾ. ഞാൻ ഉദാഹരണം പറയാം, നമ്മൾ പറയുന്നത് ചെയ്യും, മാളിൽ കയറിയെന്ന് പറയും. എന്നാൽ മാളിൽ കയറുമ്പോൾ അതിനകത്ത് അകത്തോട്ട് ഇനിയും കിടക്കുന്നത് കൊണ്ട് ഇനിയും അതിനകത്ത് ഒത്തിരി കയറാനുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ പറയുന്ന വാക്ക് നമ്മൾ ഈ മലയാളത്തിൽ വായിക്കുന്നത് വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കും. നമ്മൾ പ്രവേശിക്കുക എന്ന് പറഞ്ഞ ഒരു എൻട്രി മാത്രമേ ആകുന്നുള്ളൂ, എൻ്ററിങ് ആകുന്നതേ ഉള്ളൂ. എന്നാൽ അതിനപ്പുറമായിട്ട് ഒരു പ്രോഗ്രസീവ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ഉണ്ട് ഈ പറയുന്ന റെസ്റ്റിലേക്ക് മുമ്പോട്ട് കടന്നു പോകുന്നതിന് വേണ്ടി. ഞാൻ അത് പറഞ്ഞ് ആ ഭാവം നിർത്തുകയാണ്. നമുക്ക് വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ നമ്മൾ റെസ്റ്റിൽ കടന്നു, റെസ്റ്റിലായി എന്നുള്ളൊരു ചിന്ത ഈ വേദഭാഗത്ത് പറയുന്നെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു എൻട്രൻസിലേക്ക് വന്നിരിക്കുകയാണ്. അവിടുന്ന് നമ്മൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ തുടങ്ങി വിശ്വാസത്തിൽ കണ്ടിന്യൂ ചെയ്ത് വിശ്വാസത്തിൽ അവസാനിപ്പിക്കുന്നതാണ് നമ്മൾ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞതുപോലെ. ഈ വിശ്വാസത്തിൽ നമ്മൾ എൻ്റർ ചെയ്തു. ഇസ്രായേൽ മക്കൾ എൻ്റർ ചെയ്തില്ല. ഞാൻ ഇതിലുണ്ട്, കനാൻ നാട്ടിൽ അവർ പ്രവേശിച്ചില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുവാൻ ഇടയായിരുന്നു. ഈ കൊലോസി ലേഖനത്തിലെ വാക്യം നമ്മൾ വായിച്ചിരുന്നു. അവിടെ നമ്മൾ ഗ്രേഡ്സ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ പല തലങ്ങളെ പറ്റി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിൽ നമ്മൾ പക്വത പ്രാപിക്കുന്നതും വിശ്വാസത്തിൽ വളരുന്നതും വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരാകുന്നതും എന്ന് പറഞ്ഞതുപോലെ ഇതേ നിലയിലാണ് നമ്മുടെ ആത്മീയമായ ജീവിതത്തിലെ മുമ്പോട്ടുള്ള നമ്മുടെ വളർച്ച എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഇസ്രായേൽ മക്കൾ കയറിയ കനാൻ നാടെന്ന് പറയുന്നത് നമുക്ക് വേറൊരു നില ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു ഫിസിക്കൽ റെസ്റ്റ് ആയിരുന്നു. ഞാൻ അതിലേക്ക് വിശദമായിട്ട് വരുന്നുണ്ട്. നമുക്ക് 2-3 വാക്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ച വാക്യങ്ങളാണെങ്കിലും അതിനോടനുബന്ധിച്ചൊരു വാക്യം പറയാം. ഈ കനാൻ നാടെന്ന് പറയുന്നത് റെസ്റ്റ് എന്ന് പറയാനുള്ള കാരണം, അവര് ചെയ്തിട്ടില്ലാത്ത മുന്തിരിത്തോട്ടം, അവര് പണിയാത്ത ഭവനങ്ങള്, ഇതൊക്കെ ദൈവം എന്ത് ചെയ്തിരുന്നു? അവർക്ക് കൊടുത്തിരുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെസ്റ്റ് എന്ന് പറയുമ്പോൾ ദൈവം ഏതെങ്കിലും വിധത്തിൽ ചെയ്തെടുത്ത അല്ലെങ്കിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. നമ്മൾ അവിടെ പോയി കനാൻ നാട്ടിൽ ചെന്നിട്ട് പണിയേണ്ട ആവശ്യമില്ല, വീട് പണിയാനോ. അന്നേരം ഇവർക്ക് കിട്ടിയിരിക്കുന്നതിൽ ഇവർ അവിടെ ഉള്ള ഭവനങ്ങളിൽ കയറുകയും അവിടുത്തെ തോട്ടങ്ങളിൽ നിന്ന് ഫലം അനുഭവിക്കുകയും ചെയ്യുന്നതാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. വാക്യം ആവർത്തന പുസ്തകം 2-3 വാക്യം ഒന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 10-ഉം 11. ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി അത് ഇംഗ്ലീഷിൽ പറഞ്ഞ ഡ്യൂട്രോണമി ചാപ്റ്റർ 6 വേഴ്സ് 10 and 11.
നിന്റെ ദൈവമായ യഹോവ ആ നിനക്ക് തരുമെന്ന് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്നു തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ. മതി. നിങ്ങൾക്ക് ഈ ഇത്രയും വേദഭാഗം വായിച്ച് മനസ്സിലായല്ലോ. ഇവർക്ക് ലഭിക്കുവാൻ ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ നാടിന്റെ സ്വസ്ഥതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ അധ്വാനിക്കാത്തതാണ്, ഇവർ പണിയാത്തതാണ്. അതിലേക്ക് ദൈവം എന്ത് ചെയ്യുകയാണ്? ഇവരെ കൊണ്ടുപോവുകയാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന ഒരു ഭൗമികമായ അല്ലെങ്കിൽ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു റെസ്റ്റിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. ഞാനത് എന്തുകൊണ്ടാണ് പറയുന്നത് ഞാൻ പിന്നീട് പറഞ്ഞത്. ഫിസിക്കൽ റെസ്റ്റ്. ഇതുപോലെ തന്നെ ദൈവം പഴയ നിയമത്തിൽ വേറെ ഒരു റെസ്റ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്പിരിച്വൽ റെസ്റ്റ്. ഞാൻ അതുകൂടെ പറഞ്ഞിട്ട് പോകാം. കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ഫിസിക്കൽ റെസ്റ്റ്, രണ്ട് സ്പിരിച്വൽ റെസ്റ്റ്. പുറപ്പാട് പുസ്തകം ഒന്ന് എടുക്കാം. പുറപ്പാട് പുസ്തകം നിങ്ങൾക്ക് അവിടെ ആ വേദഭാഗം വായിക്കുമ്പോൾ ദൈവം ഇതുപോലെ തന്നെ വേറെ ഒരു റെസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഉദ്ദേശങ്ങൾ നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 31 എക്സോഡസ് ചാപ്റ്റർ 31 അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യഹോവ പിന്നെ മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ എന്റെ ശബ്ദങ്ങളെ ആചരിക്കണം. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എന്ന് അറിയേണ്ടതിന് അത് തലമുറ തലമുറയായി എനിക്കും നിങ്ങൾക്കും മധ്യേ ഒരു അടയാളമാകും. ഇവിടെ ഇസ്രായേൽ മക്കളോട് പറയാൻ അതിന്റെ 15-ാം വാക്യം ഒന്ന് വായിച്ചേ. 6 ദിവസം വേല ചെയ്യണം, എന്നാൽ 7-ാം ദിവസം സ്വസ്ഥമായുള്ള ശവത്തിനായി യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു. ആരെങ്കിലും ശബ്ദനാളിൽ വേല ചെയ്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കും. മതി. അന്നേരം ഇവിടെ നമുക്കറിയാം 6 ദിവസം വേല ചെയ്തിട്ട് 7-ാം ദിവസം ഇവരെന്ത് ചെയ്യണം? സ്വസ്ഥമായിട്ടിരിക്കണം. ഞാൻ പറഞ്ഞു കനാൻ നാടെന്ന് പറയുന്ന സ്വസ്ഥത എങ്ങനെയുള്ളതായിരുന്നു? അവർക്ക് ഫിസിക്കലായിട്ട് അവരുടെ ഭവനം, ഇവരൊന്നും ചെയ്യാത്ത ഭവനമുണ്ട്, തോട്ടങ്ങളുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം അവർ കയറി അനുഭവിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാൻ വന്നതിൻ്റെ ഉദ്ദേശിച്ചത് ഞാൻ പിന്നീട് വിശദീകരിക്കാം. ആദ്യമേ ഇത് പറഞ്ഞു പോകുന്നത് നിങ്ങൾ അവസാനം മനസ്സിലാക്കാൻ വേണ്ടിയാ. ദൈവം അതുപോലെ തന്നെ വേറൊരു റെസ്റ്റ് അവരോട് പറയുക. 6 ദിവസം അധ്വാനിച്ചിട്ട് 7-ാം ദിവസം എന്ത് ചെയ്യണം? 7-ാം ദിവസം സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങണമെന്നല്ല. 7-ാം ദിവസമാണ് അവരുടെ ആരാധനയുടെ ദിവസം, അവരുടെ വർഷിപ്പിന്റെ ദിവസം. എന്ന് വെച്ചാൽ അവർ ദൈവത്തോടുകൂടെ കൂട്ടായ്മ ആചരിക്കുവാൻ വേണ്ടി, ദൈവത്തോടുകൂടെ ചേർന്നിരിക്കുന്നതിന് വേണ്ടി, ദൈവം അവരെ കരുതുന്ന വിധങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഡേ ഓഫ് റെസ്റ്റ് ആണ് അവർക്ക് കൊടുത്തിരുന്നത്. അത് നമുക്ക് വേറെ വിധത്തിൽ പറയാം. അതെന്താണെന്നറിയോ? അവരുടെ സ്പിരിച്വൽ റെസ്റ്റ്, ആത്മീകമായിട്ടുള്ള ഒരു സ്വസ്ഥത. ഞാൻ പറഞ്ഞ 2 വ്യത്യാസം മനസ്സിലായല്ലോ. ഒന്ന്, അവർക്ക് കൊടുത്തിരുന്നത് കനാൻ നാടെന്ന് പറയുന്നത് അവർക്ക് കൊടുത്തിരുന്ന ഫിസിക്കൽ റെസ്റ്റ് ആയിരുന്നു. അവർക്ക് വേണ്ടുന്ന എല്ലാം ദൈവം കരുതി എന്നുള്ളതാണ്. രണ്ടാമത് നമ്മളിവിടെ കാണുന്ന ഒരു റെസ്റ്റ് അവർക്ക് കൊടുത്തിരിക്കുന്നത് അവരുടെ ശബ്ബത്ത് ആചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദൈവവുമായിട്ടുള്ള ആ ഒരു ക്ലോസ് റിലേഷൻഷിപ്പിൽ അവർ ജീവിക്കണമെന്നുള്ള ഒരു കാര്യം ദൈവം കൊടുക്കുക. നമ്മൾ തന്നെ പുറപ്പാട് പുസ്തകം തന്നെ പറയുമ്പം അവിടെ തന്നെ ആ വിഷയിച്ചോട് വിശദീകരിക്കുന്നത് 20-ാം അധ്യായത്തിൽ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ വിശദമായിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതിൻ്റെ 11-ാം വാക്യം വായിക്കണമെന്നില്ല. അതിൻ്റെ 11-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് അവരോട് പറയുന്നുണ്ട് ഇങ്ങനെ, ഞാൻ വായിക്കാം. അതിൻ്റെ അതുകൊണ്ട് യഹോവ ശബ്ബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. അവർക്ക് കൊടുക്കുന്ന കൽപ്പനയാണ്. ആ സമയത്ത് അവർ സ്വസ്ഥമായിരുന്ന പണി ചെയ്യാതെ ആ കൊടുക്കുന്ന കൽപ്പനയെ പറ്റിയാണ് 31-ാം അധ്യായത്തിൽ നമ്മൾ അത് വിശദീകരിച്ചത്. ദൈവം കൊടുക്കുന്ന അവർക്ക് റെസ്റ്റിന് വേണ്ടി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ദൈവം ഇത് കൊടുത്തത്? ഞാൻ അതുകൊണ്ട് ഇനിയും പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. എന്തുകൊണ്ടാണ് നമ്മൾ പഴയ നിയമം ഉടനീളം പഠിച്ചാൽ ദൈവം സ്വസ്ഥത എന്നുള്ള വാക്ക് ആവർത്തിച്ച് ചെയ്യുന്ന കാണാൻ സാധിക്കും. നമ്മൾ ആദ്യം സ്വസ്ഥത വായിച്ചത് എവിടെയായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊന്ന് സൂചിപ്പിച്ചു പോയതാണ്. എവിടാന്ന് ഓർമ്മയുണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം സ്വസ്ഥത പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചാണ്. അതാണ് ആദ്യത്തെ സ്വസ്ഥത. ഇനി അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതൊന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സ്വസ്ഥതയുടെ എല്ലാം വന്നിട്ട് നമ്മൾ ഈ എബ്രായ ലേഖനത്തിലേക്ക് വരാം. കാരണം അതിൻ്റെ അടുത്ത വാക്യം നമ്മൾ വായിച്ച് താഴോട്ട് വരുമ്പോൾ ഈ സ്വസ്ഥതയെ പറ്റി പറയുന്നുണ്ട്.
ഓക്കെ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിച്ചോ. കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചതെങ്കിലും ഒന്ന് വായിച്ചോ. ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെ തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തികളൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവർത്തനായി. അടുത്ത വാക്യം കൂടെ. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവർത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ശ്രദ്ധിക്കുക, നിവർത്തനെ സ്വസ്ഥനായെന്നാണ് എൻ്റെ ബൈബിളില്. അത് നമ്മൾ ആ നിവർത്തനായെന്നുള്ള ഒരേ അർത്ഥം തന്നെ, റെസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ. ദൈവം എന്ത് ചെയ്തു? 6 ദിവസം തൻ്റെ സൃഷ്ടിപ്പ് നടത്തിയിട്ട് 7-ാം ദിവസം ദൈവം എന്ത് ചെയ്തു? സ്വസ്ഥനായി. ആദ്യമായിട്ട് റെസ്റ്റ് എന്നുള്ള വാക്ക് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന് 1-2. ഈ റെസ്റ്റ് ആരുടെ റെസ്റ്റ് ആയിരുന്നു? ദൈവത്തിന്റെ റെസ്റ്റ് ആയിരുന്നു. ഒന്നുകൂടെ പറയാം, എന്ത് ചെയ്തു? ദൈവത്തിന്റെ റെസ്റ്റ് ആയിരുന്നു. ആ റെസ്റ്റിനെ അതുകൊണ്ടാണ് ശബത്ത് റെസ്റ്റ് എന്നതിന് പറയുന്നത്. ദൈവം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഒരു റെസ്റ്റിലേക്ക്, ഇനി എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം, ഈ ഒരു റെസ്റ്റിലേക്ക് എന്ന് വെച്ചാൽ 2 വിധത്തിലുള്ള റെസ്റ്റ് ഉണ്ട്. നമ്മൾ 1-ാം അധ്യായത്തിന് 31-ാം വാക്യം വായിക്കുമ്പോൾ എന്താണ്? ഈ 1-ാം അധ്യായം 31-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്, താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി, അത് എത്രയും നല്ലതെന്ന് കണ്ടു, സന്ധ്യയുമായി വിശ്വസുമായി 6-ാം ദിവസം. 7-ാം ദിവസമാണ് എന്ത് ചെയ്തത്? ദൈവം സ്വസ്ഥമായിരുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, മനുഷ്യന്റെ സ്വസ്ഥതയുടെ 1-ാം ദിവസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ റെസ്റ്റ് എടുത്ത് 7-ാം ദിവസമായിരുന്നു. അങ്ങനെ ആകുമ്പോൾ എന്താണ് അതിന്റെ പ്രത്യേകത? എല്ലാം നല്ലതെന്ന് കണ്ടിട്ട് ഈ ദൈവം സകലതും സൃഷ്ടിച്ചു കഴിഞ്ഞതിന് ശേഷം, സകലതും നിവൃത്തിയാക്കിയതിന് ശേഷം, ഇനി ഒന്നിന്റെ കുറവും ഇല്ല എന്ന് മനസ്സിലാക്കിയ ശേഷം മനുഷ്യനെ 7-ാം ദിവസത്തിലേക്ക് ആക്കണം. 6-ാം ദിവസം സൃഷ്ടിച്ചു. മനുഷ്യന്റെ യഥാർത്ഥത്തിലെ 1-ാം ദിവസം എന്ന് പറയുന്നത് 7-ാം ദിവസമാണ്. ആ 1-ാം ദിവസം അവരെങ്ങനെ കയറി? ദൈവം സൃഷ്ടിച്ചാക്കിയ ഒരു സ്വസ്ഥതയിലേക്ക് അവർ കയറി. ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് തന്നിൽ ആശ്രയിച്ച് താൻ ചെയ്തെടുത്ത പ്രവൃത്തി ഒന്ന് പറയുന്നത്, അതവിടെ ഒരു ഇച്ചിരൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത്, ദൈവം വർക്ക് ഫിനിഷ് ചെയ്തിട്ട് സകലവും നല്ലതെന്ന് കണ്ടിട്ട് അതിനകത്തേക്ക് ആദമിനെ ഹവ്വയും കൊണ്ടുവന്ന റെസ്റ്റ്. എന്നാൽ 2ാമതൊരു റെസ്റ്റ് ദൈവം ആഗ്രഹിച്ചത് അവിടെ എഴുതിയിട്ടില്ല. എന്താണെന്നറിയാവോ? ഈ ദൈവം ഫിനിഷ് ചെയ്ത പ്രവൃത്തിയിലോട്ട് കയറിയ മനുഷ്യന് ദൈവത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു അറിയാം? നമ്മൾ വായിക്കുന്നുണ്ട് 3-ാം അധ്യായത്തിലൊക്കെ വായിക്കുമ്പോൾ, വെയിലാറിയ നേരത്ത് ദൈവം ആ ഏദൻ തോട്ടത്തിലൂടെ ഇവരുടെ അടുത്ത് ചെന്നു. ഇവരുമായിട്ടൊരു ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ച് ദൈവത്തോട് കൂടെ വസിക്കുന്ന ഒരു അവസ്ഥയാണ് ദൈവം ഇവരെ പറ്റി ആഗ്രഹിച്ചത്. ഞാൻ ഒന്നുകൂടെ അത് ഇച്ചിരി വിശദമാക്കി തരാം. ദൈവം സൃഷ്ടിപ്പിൽ ചെയ്തെടുത്ത റെസ്റ്റിലേക്ക് കയറിയ മനുഷ്യൻ, ആ റെസ്റ്റ് എന്ന് വെച്ചാൽ അവിടെ എല്ലാം ഉണ്ട്. അതിനകത്ത് നിൽക്കുന്ന മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ഒരു ഫെലോഷിപ്പിലായി ആ റെസ്റ്റിൽ മനുഷ്യനാകണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷെ നമുക്കറിയാം, പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിന്റെ റെസ്റ്റിനെ തള്ളിക്കളഞ്ഞ് റെസ്റ്റ് ലെസ് ആയി. എന്ന് പറഞ്ഞാൽ റെസ്റ്റ് മാറി റെസ്റ്റ്ലെസ് ആയി. അവൻ ഭയങ്കര പ്രശ്നമായി. അവന്റെ ജീവിതത്തില് ദൈവം കൊടുത്ത ഭൗമികമായ നന്മ അനുഭവിക്കാൻ പറ്റിയില്ല. അവൻ ആത്മീയമായി ദൈവത്തോട് ചേർന്ന് വസിക്കാൻ പറ്റാതെ ആ റെസ്റ്റിനെ നഷ്ടപ്പെടുത്തി മനുഷ്യൻ. ഞാനത് നിങ്ങൾക്ക് അതുകൊണ്ടാണ് 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? ശപിക്കുന്നു. എന്ന് വെച്ചാൽ ഈ ഭൂമിനെ എന്ത് ചെയ്തില്ല? ഫലം പുറപ്പെടുവിക്കത്തില്ല. ദൈവം നല്ലതെന്ന് കണ്ട സ്ഥലം അവൻ മനുഷ്യൻ കഷ്ടവും പ്രയാസവും വേർപ്പും കൊടുത്തു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെസ്റ്റ്ലെസ് ആയിട്ട് മനുഷ്യൻ മാറുകയായിരുന്നു. ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് പറയുന്നത്, ഞാൻ ഒന്നുകൂടെ പറയാം, ഇനി ഒന്നുകൂടെ ഉൽപ്പത്തി പുസ്തകത്തിലെ പറഞ്ഞ്, ദൈവം ചെയ്തെടുത്ത പ്രവൃത്തിയിൽ മനുഷ്യനെ എൻ്റർ ആക്കിയിട്ട് ആ എൻ്റർ ചെയ്ത ആ ഫിസിക്കലായിട്ടുള്ള എല്ലാം അവന് കരുതിയിട്ടുണ്ട്. 2ാമത് ദൈവത്തിന്റെ സ്പിരിച്വൽ റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനോട് ചേർന്ന് കൂട്ടായ്മയോടെ കഴിയുന്ന ഒരു റെസ്റ്റിലേക്ക് അവനെ കൊണ്ടുവരുവാനാണ് ദൈവം ആഗ്രഹിച്ചത്. ഇത് നഷ്ടപ്പെടുത്തി റെസ്റ്റ്ലെസ് ആയ മനുഷ്യന് പിന്നെ ദൈവം എന്തെന്നറിയാമോ? പിന്നെ നമ്മൾ പഴയ നിയമം ഉടനീളം വായിക്കുമ്പോൾ ഈ സ്വസ്ഥതയുടെ അല്ലെങ്കിൽ സ്വസ്ഥതയില്ലായ്മയിൽ നിന്ന് ഈ സ്വസ്ഥത ദൈവം കരുതിയെന്ന് കാണിക്കുന്നതിന് വേണ്ടി ചില നിഴലുകളായിട്ടുള്ള ചില അനുഭവങ്ങൾ കൊടുത്തു.
നമുക്കറിയാം, പാപത്തിൽ വീണ മനുഷ്യൻ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം ക്രൂശിൽ യാഗമാകുന്നതിൻ്റെ നിഴലായിട്ടാണ് യാഗങ്ങൾ കൊടുത്തിരുന്നത്. എന്ന് വെച്ചാൽ യാഗം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? തങ്ങൾക്ക് വേണ്ടി ഒരുവൻ യഥാർത്ഥ യാഗമാകുന്നതിൻ്റെ നിഴലായിരുന്നത്. ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ വായിക്കുന്നുണ്ട് 10-ാം അധ്യായത്തിൽ വരുമ്പോൾ എല്ലാം നിഴലായിരുന്നെന്ന്. അതുപോലെ തന്നെ ഈ സ്വസ്ഥത നഷ്ടപ്പെട്ട മനുഷ്യന് ദൈവത്തിൻ്റെ സ്വസ്ഥത ഓർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യം ശബത്ത് റെസ്റ്റ് കൊടുത്തത്. നമ്മൾ വായിച്ചല്ലോ, അന്ന് ഇവരെന്ത് ചെയ്യണം? സ്വസ്ഥമായിരുന്ന് ദൈവത്തോട് കൂടെ ഫെലോഷിപ്പിലായിരുന്ന് അതിനു മുമ്പ് ദൈവം ചെയ്ത നന്മകളെല്ലാം ഓർത്ത് അവനെ സ്തുതിച്ചുകൊണ്ടായിരിക്കണമെന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ഹിതം. അതുപോലെ തന്നെ ഇവർക്ക് കൊടുത്തൊരു സ്വസ്ഥതയാണ് കനാൻ നാട്. കനാൻ നാടിന്റെ സ്വസ്ഥതയുടെ പ്രശ്നം അവര് ചെയ്യാത്ത സ്ഥലങ്ങള്, ചെയ്യാത്ത വീടുകള്, സമ്പത്ത്, ആ സ്വസ്ഥതയിൽ പ്രവേശിക്കണം. എന്നാൽ ഈ സ്വസ്ഥത ദൈവം അവർക്ക് കൊടുത്തെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ദൈവത്തിന്റെ ഒറിജിനൽ സ്വസ്ഥത എന്തായിരുന്നു? യഥാർത്ഥത്തിൽ പാപം ചെയ്യാത്ത അല്ലെങ്കിൽ നിവൃത്തനായ മനുഷ്യൻ, ആ കയറിയ മനുഷ്യൻ ദൈവത്തോടുകൂടി അവിടെ വരുന്നൊരു സ്വസ്ഥതയിലേക്ക് കയറണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. എന്ന് വെച്ചാൽ ദൈവവുമായിട്ട് ദൈവത്തിന്റെ ആ ഫിസിക്കൽ ആ സ്പിരിച്വൽ റെസ്റ്റിലേക്ക് അവൻ കയറണമെന്നുള്ളതായിരുന്നു. എന്നാൽ ഇത് കയറാതെ വന്നതുകൊണ്ട് ദൈവം ഉപമകളായിട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ സിംബോളിസമായിട്ട് ഇത് രണ്ടും കൊടുത്തു. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ യഥാർത്ഥ ദൈവത്തിന്റെ റെസ്റ്റ്, ഈ ശബത്ത് റെസ്റ്റിലേക്ക് പാപത്തിൽ വീണ മനുഷ്യൻ ഒരിക്കലും കയറാൻ പറ്റത്തില്ല. കാര്യം അവന്റെ തേജസ് നഷ്ടപ്പെട്ടു, അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, അവൻ ആത്മീയമായി മരിച്ചു. അവൻ ഒരിക്കലും ദൈവത്തിന്റെ ഈ ഉള്ള സ്പിരിച്വൽ റെസ്റ്റ്, ഈ ശബത്ത് റെസ്റ്റിലേക്ക് അവന് കരയേറാൻ സാധിക്കത്തില്ല. പഴയ നിയമം ഉടനീളം വായിച്ചാൽ ദൈവം കൊടുത്ത ഈ ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ഈ സിംബോളിസമായിട്ട് കൊടുത്തിരുന്നതെല്ലാം ഒരു നിഴലുകൾ മാത്രമായിരുന്നു. ആ നിഴലുകളിൽ ഉണ്ടായിരുന്ന ജനം പോലും എന്ത് ചെയ്തില്ല? അവിശ്വാസ നിമിത്തം അതിനകത്ത് കയറിയില്ല. നമ്മൾ വായിക്കുന്നുണ്ട്, ശബത്തിനൊക്കെ ആണെങ്കിലും അവർ അവിശ്വസിക്കുന്നത് കൊണ്ട് കല്ലെറിഞ്ഞു കൊല്ലും നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ ശബത്ത് റെസ്റ്റിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കനാൻ നാട്ടിൽ അവർ കയറാത്തതുകൊണ്ട് അവരെല്ലാം മരുഭൂമിയിൽ പട്ടുപോയത് നമ്മൾ വായിച്ചതാണ്. ഇനി നമ്മൾ ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കാതെ, ഞാൻ ഇനിയും നിങ്ങളുടെ ഇത്രയും ഭാഗം മനസ്സിലായല്ലോ. അങ്ങനെ നമ്മൾ ഈ 3-ാം അധ്യായം കഴിഞ്ഞിട്ട് 3-ാം അധ്യായത്തിൽ അവർ മരുഭൂമിയിൽ പട്ടുപോയി. 2 കാരണങ്ങൾ കൊണ്ടാണ്. അവരുടെ അനുസരണക്കേടും അവിശ്വാസവും. ഈ നമ്മളൊരു കാര്യം ചിന്തിക്കണം, ഈ അവിശ്വാസം എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയാം. നമ്മൾ ഈ അവിശ്വാസം എന്ന് പറയുമ്പോൾ വിശ്വാസം ഇല്ലാത്ത ചിന്തയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതല്ല, ഫെയ്ത്ത് ലെസ്നെസ് ആയിരുന്നു. അവരുടെ വിശ്വാസക്കുറവുകൊണ്ട്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, അവരുടെ അനുസരണക്കേടും അവരുടെ വിശ്വാസക്കുറവും കൊണ്ടാണ് അവരെന്ത് ചെയ്യാഞ്ഞത്? കനാൻ നാട്ടിൽ കയറാതിരുന്നത്. നമ്മൾ അവിശ്വാസം എന്ന് പറയുമെങ്കിൽ യഥാർത്ഥത്തിൽ വിശ്വാസക്കുറവാണ്. കാര്യം അവർക്ക് വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ അവര് കടിഞ്ഞൂലിന്റെ അടുത്ത് അവര് ഈ ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് വരത്തില്ല. വിശ്വാസം ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷേ അവർക്ക് എന്തില്ലായിരുന്നു? കനാൻ നാട്ടിൽ പ്രവേശിക്കുമെന്നുള്ള ഫെയ്ത്ത് അവർക്ക് എന്തില്ല? ഇല്ലാതായിപ്പോയി. അന്ന് വെച്ച് കഴിഞ്ഞാല് അവിശ്വാസം എന്നുള്ളതിനേക്കാൾ നല്ലത് വിശ്വാസക്കുറവ് വന്ന ആ ഭാഗത്ത് വന്നപ്പോൾ എന്ത് ചെയ്യും? അതുകൊണ്ട് അവർക്ക് എന്ത് പറ്റിയില്ല? കനാൻ നാട്ടിൽ കയറാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. അതുകൊണ്ട് 4-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ വരുമ്പോൾ നമ്മളോട് പറഞ്ഞത് സ്വസ്ഥതയിൽ, ഇനിയും ദൈവത്തിന്റെ ആത്മാവ് അതുപോലൊരു സ്വസ്ഥതയെ പറ്റിയാണ് ഈ 4-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം 3-ാം വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗത്തും വായിച്ചത്. അവര് കനാൻ നാട്ടിൽ കയറിയതുപോലെ നമുക്കും ഒരു സ്വസ്ഥതയുണ്ട് എന്ന് പറഞ്ഞാൽ ആ സ്വസ്ഥത പ്രത്യേകത എന്താ? ദൈവം എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് യു എൻ്റർ ഇൻ ടു ഇറ്റ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. എങ്ങനെയാണ് ആദമും ഹവ്വയും ആദ്യം ഏദനിൽ കയറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം സകലവും സൃഷ്ടിച്ചിട്ട് ഏദനിൽ കയറിയതുപോലെ, ഞാൻ പറയാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു കർത്താവ് നമുക്ക് വേണ്ടി ഇതിന് പരിഹാരമുണ്ടാക്കി, പാപിയായ മനുഷ്യന്റെ വീണ്ടെടുത്ത് തൻ്റെ ക്രൂശിലെ നിണത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് നീതിമാന്മാരാക്കി ദൈവത്തോട് നമ്മളെ ചേർത്തു എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ മക്കളാക്കി നമ്മളെ മാറ്റി, ദൈവത്തിന്റെ ജനമാക്കി നമ്മളെ മാറ്റി. എങ്ങനെയാ? രക്തത്താൽ വീണ്ടെടുത്ത അവന്റെ മക്കളും ജനവുമാക്കി മാറ്റി. എന്നിട്ട് യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്വസ്ഥത തരാം.
ഈ സ്വസ്ഥത യേശു കർത്താവ് തരുന്ന എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് അവനെ വിശ്വസിക്കുന്ന വ്യക്തിക്ക് കർത്താവിൻ്റെ ആ വലിയ ആ രക്ഷണ്യ പ്രവർത്തിക്കകത്തൂടെ കയറി ദൈവമക്കളായി അതിലേക്ക് എൻ്റർ ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു വിശ്വസിക്കുകയാണ്. എന്നാൽ ആ ഒരു ഭാഗമാണ് 4-ാം അധ്യായത്തിന്റെ 1, 2, 3-ാം വാക്യത്തിൽ പറയുന്നത്. 3-ാം വാക്യം തുടങ്ങുമ്പോൾ ഒന്നുകൂടെ ഞാൻ വായിക്കാം. വിശ്വസിച്ചവരായ നാമല്ലോ എന്ത് ചെയ്യുന്നത്? സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. അതായത് കർത്താവ് ചെയ്തെടുത്ത, ക്രൂശിൽ ചെയ്തെടുത്ത സകല ജയത്തിൻ്റെയും പിശാചിനെ അവൻ തകർത്തു. സ്വർഗത്തിലും ഭൂമിയിലും മുഴുവൻ അധികാരവും അവന് ലഭിച്ചു. വിശ്വാസത്തോടെ കയറുന്ന നമ്മൾ അധികാരത്തോടെ കയറും. നിങ്ങൾ പോവുക എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നവരായ നിങ്ങളാൽ ഈ എന്തോ അത്ഭുതങ്ങൾ നടക്കുമെന്ന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് അധികാരം നമ്മൾ കർത്താവിൽ കൂടെ ആ ചെയ്തെടുത്ത പ്രവൃത്തിയിൽ കയറുമ്പോൾ നമുക്കൊരു അധികാരം നൽകുകയാണ്. എന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്ന 3-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്ത് വരുമ്പോൾ ഈ ബൈബിളിലെ ഒരു വലിയൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ചില വേദഭാഗങ്ങൾ, ഒരേ വേദഭാഗങ്ങൾ തന്നെ പല കോണ്ടെക്സ്റ്റിൽ 2 നിലയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാം. ചില പ്രോമിസസ് അത് ദൈവത്തിന്റെ വചനത്തിൽ ഇപ്പൊ യേശു കർത്താവ് ഈ യഹൂദന്മാർക്ക് പറ്റിയെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ നിയമത്തിൽ യേശു കർത്താവ് വരുമെന്നുണ്ട്. എന്നാൽ ആ വരവിന് താൻ ആദ്യം ഒന്ന് വരും, രണ്ടാമത് വരുന്നതിനെ പറ്റിയും അതിനകത്ത് വെളിപ്പാടുണ്ടെങ്കിൽ ഇവർ രണ്ടും ഒന്നായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്തു? യേശു കർത്താവിന്റെ ആദ്യത്തെ വരവ് ഇവർ വിശ്വസിച്ചില്ല. അവരിപ്പോൾ പറയുന്നത് അവർക്ക് മശിഹ വരുമെന്നും പറഞ്ഞിട്ട് ഇപ്പോഴും വെയിറ്റ് ചെയ്യുക അവര്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മശിഹ വരുമെന്ന് പറഞ്ഞത് യേശു കർത്താവിന്റെ ഭൂമിയിലെ വരവിൽ അത് പൂർത്തിയായി. എന്നാൽ ഇത് തന്നെ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്നുള്ളത് നമ്മൾ യെശയ്യാ പ്രവചനത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു പൂർത്തീകരണം അവിടെ നടക്കുന്നുണ്ട്. അത് ഒരു യുവതി ഒരു കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് അവിടെ പറയുന്നത്. നമുക്കത് വേറൊരു ഭാഗം. 2 പൂർത്തീകരണം ഒരു വാഗ്ദത്തത്തിന് തന്നെയുണ്ട്. ഇതുപോലെ പലയിടത്തുമുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഞാനിപ്പോൾ വായിച്ചു വരുന്ന വേദഭാഗത്ത് നമ്മളിപ്പോൾ ഒരു റെസ്റ്റ് നമ്മളോട് പറഞ്ഞു. ഈ റെസ്റ്റ് എന്ന് പറയുന്നത് കനാൻ നാട്ടിൽ ഇസ്രായേൽ മക്കൾ കയറാത്തൊരു റെസ്റ്റ്. അതിൻ്റെ ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുകയാണ് സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ നമുക്കുള്ള വാഗ്ദത്തിൽ വിശ്വാസത്താൽ നമ്മൾ കയറുന്നു. അതായത് ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തെടുത്ത പ്രവൃത്തിയിൽ ആ ടെസ്റ്റലെസ്റ്റായി നമ്മൾ പറയുമ്പോൾ സകലതും തീർത്തുവെന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 20:19 വായിക്കുമ്പോൾ അതിനോട് ചേർന്നുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ സ്വസ്ഥതയിൽ പ്രവേശിച്ചു. എന്നാൽ അതിനുശേഷം ഇനി നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് വരുമ്പോൾ ഇനി വേറൊരു സ്വസ്ഥതയെ പറ്റിയാണ് പറയുന്നത്. അത് പറയാൻ വേണ്ടി ഞാൻ വന്നത്, നമ്മൾ ഇതുവരെ കഴിഞ്ഞ സ്വസ്ഥത അവിടെ നിൽക്കുകയാണ്. അതെന്ത് ചെയ്തു? വിശ്വസിച്ചവരായ നാം പ്രവേശിച്ചു. ഞാൻ അതിനകത്ത് ഒരു വാക്യം കൂടെ ഇങ്ങനെ കൂടെ ഞാൻ പറയാം. അതിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ ആ സ്വസ്ഥതയെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത്, ആകയാൽ 4:9 എബ്രായ ലേഖനം 4:9. നിങ്ങൾ ശ്രദ്ധിച്ചത് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുശേഷിച്ചിരിക്കുന്നു. ആർക്കാണ് ശേഷിക്കുന്നത്? ദൈവത്തിന്റെ ജനത്തിന്, അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കൾക്ക്. നമ്മൾ ആദ്യം വായിച്ച സ്വസ്ഥത വിശ്വസിക്കുന്നവരാവുന്നവർ എൻ്റർ ചെയ്യുന്ന സ്വസ്ഥത. എന്നാൽ ഇവിടെ പറയുകയാണ് ആ ദൈവ മക്കളായവര് കടക്കുന്ന ഒരു സ്വസ്ഥത. നിങ്ങൾക്ക് ഞാൻ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഇത് രണ്ടും എങ്ങനെ വ്യത്യാസപ്പെടുത്തുമെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ ഇനി വായിക്കാൻ പോകുന്ന 3-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗം വായിക്കുമ്പോൾ അതിന്റെ 3-ാം വാക്യം, 3-ാം അധ്യായം 3-ാം വാക്യം, 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം വായിച്ചോ. ലോകസ്ഥാപനത്തിൽ വായിച്ചു, ആരെങ്കിലും വായിച്ചു? ലോകസ്ഥാപനത്തിൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷം അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എന്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് ചെയ്തിരിക്കുന്നുവല്ലോ. നമ്മൾ മലയാളം വാക്യത്തില് അത് നമുക്ക് വായിച്ച പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷിൽ അതിന്റെ ഓർഡർ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഈവൻ ആസ് ഹി ഹാത്ത് സെഡ്, ആസ് ഐ സ്വെയർ ഇൻ മൈ wrath, they shall not enter into my rest, although the works were finished from the foundation of the world. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതേ വാക്യം എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ലെന്ന് 3-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. അവിടെ സങ്കീർത്തനം 95 വാക്യം കോട്ട് ചെയ്തിട്ട് അത് പറയുന്നത് നിങ്ങൾ ഓർക്കുന്നതുകൊണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്.
മൂന്നാം അധ്യായം നമ്മൾ പഠിച്ചപ്പം അത് കനാൻ നാടുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അത് വിശദീകരിച്ചത്, ഓർക്കുന്നുണ്ടല്ലോ. എന്നാൽ ഇവിടെ അതേ വാക്യം ദൈവത്തിന്റെ ആത്മാവ് എടുത്തിട്ട് വേറൊരു കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവരിക. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മനസ്സിലാക്കാൻ ചിലപ്പം ചില ബുദ്ധിമുട്ട് വരുമെന്ന് പറഞ്ഞത്. ഈ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് മൂന്നാം വാക്യത്തിൽ വായിക്കുമ്പോൾ എന്ത് ചെയ്തു? നമ്മളിങ്ങനെ പറയുന്നത് ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷം. അതെന്തായിരുന്നു? അതേതാണ് പറയുന്ന സ്വസ്ഥത. അതാ ഞാൻ പറഞ്ഞത് ആദ്യം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികളെല്ലാം തീർന്നതിന് ശേഷം ദൈവം എന്ത് ചെയ്തു? ഒരു സ്വസ്ഥതയെ പ്രവേശിച്ചു. ഞാൻ പറയുന്നത് അതെ, ഈ ഒരേ വാക്യം ദൈവത്തിന്റെ ആത്മാവ് 3-ാം അധ്യായത്തിൽ കോട്ട് ചെയ്യുമ്പോൾ അവർ കനാൻ നാട്ടിൽ കയറുന്നതിനെ പറ്റി പറയുകയും അതേ വാക്യം ഇവിടെ കോട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ താൻ എടുത്ത സ്വസ്ഥതയെ പറ്റി എടുത്തുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് വിശദീകരിക്കുക. അതായത് ഒരേ കൊട്ടേഷൻ എടുത്ത് 2 സ്വസ്ഥതയെ പറ്റി വർണ്ണിക്കുക. ഞാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതായത് ഇവിടെ ഇനി എന്ത് സംശയം ഉണ്ടെങ്കിൽ ഇത് എന്ത് സ്വസ്ഥതയാണെന്ന് പറയുന്നുണ്ട്. 4-ാം വാക്യം ഒന്ന് വായിച്ചോ. വായിച്ചോ. ദൈവം 7-ാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായി എന്ന് 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞു. ശ്രദ്ധിച്ചു നോക്കി. എന്നാൽ ഈ 2 വാക്യങ്ങൾ ചേർത്ത് വായിക്കുമ്പം ഇനിയും രണ്ടാമത് ഇവിടെ ഈ ലേഖനകർത്താവ് വിശദീകരിക്കുന്ന റെസ്റ്റ് എന്ന് പറയുന്നത് കനാൻ നാടുമായിട്ടുള്ള റെസ്റ്റിനെ ബന്ധപ്പെടുത്തിയല്ല, പക്ഷേ അതിനകത്ത് അവർ പ്രവേശിക്കാതിരുന്ന കണ്ടീഷൻസ് ഒക്കെ ഇവിടെയും ബാധകമാണ്. പക്ഷെ ഇവിടെ പറയുകയാണ് ലോകസ്ഥാപനത്തിൽ ദൈവം എങ്ങനെ പ്രവൃത്തികൾ ചെയ്തതിനു ശേഷം ദൈവം റെസ്റ്റ് എടുത്തോ, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് 7-ാം നാളെന്ന് വ്യക്തമായിട്ട് പറയുക. എന്ത് ചെയ്യുന്നു? 7-ാം നാളിൽ ഒരു റെസ്റ്റ് ദൈവം എന്ത് ചെയ്തു? നിവർത്തിയായിട്ടിരിക്കുന്നു എന്ന് പറയുക. എന്നിട്ട് 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എന്ത് ചെയ്യും? ലോകസ്ഥാപനത്തിൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷം എന്തു പറഞ്ഞെന്നാണ് ഇരിക്കുന്നത്? അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല. ഇനി അതേ വാക്യം വീണ്ടും 5-ാം വാക്യം കൊണ്ടൊന്ന് വായിച്ചു. ഇതെല്ലാം ചേർന്നിരിക്കുന്നോടാ പറയുന്നത്. 5-ാം വാക്യം കൊണ്ടൊന്ന് വായിച്ചോ. എന്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് ഇവിടെ പിന്നെയും അറിയിച്ചു. ശ്രദ്ധിക്കുക വീണ്ടും. നിങ്ങൾ ഈ 3, 4, 5 വാക്യങ്ങളിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഞാനത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി 3-ന്റെ 2-ാം ഭാഗം തൊട്ട് 4-ാം വാക്യവും 5-ാം വാക്യം പറയുന്നത് ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തി തീർന്ന ശേഷം 7-ാം ദിവസം ദൈവം എന്ത് ചെയ്തു? സകല പ്രവൃത്തികളിൽ നിന്നും നിവർത്തനായി. പക്ഷേ നിവർത്തനായിട്ട് ഇത് യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും ഈ നിവർത്തി ചെയ്തിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് സകലത്തിൽ നിന്നും നിവർത്തനായതിനു ശേഷം ദൈവം എന്ത് ചെയ്തു? ആദമിനെ ഹവ്വനെ അതിനകത്താക്കി. പക്ഷെ അവരെന്ത് ചെയ്തില്ല? പാപം ചെയ്ത് ഈ റെസ്റ്റിലേക്ക് അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ആദ്യം ഞാൻ പറഞ്ഞു വന്നത്. എന്നാൽ അതിനുശേഷമുള്ള ഒരു തലമുറയ്ക്കും അത് സാധിച്ചില്ല. ഇനിയും ഒരു റെസ്റ്റിനെ പറ്റി ഇവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സംശയം വരാം, കനാൻ നാടാണോ എന്നൊരു സംശയം വരാം. തുടർന്ന് ഈ ലേഖനകർത്താവ് പൗലോസാണ് ഞാൻ വിശ്വസിക്കുകയാണ്, ഇത് ഇവിടെ താൻ വിശദീകരിക്കുകയാണ്. പിന്നീട് ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ദൈവം സ്വസ്ഥതയിൽ നിന്നതുപോലെ ഉള്ളൊരു സ്വസ്ഥത അത് ഇവര് പ്രവേശിക്കത്തില്ലെന്ന് ഇവരോട് പറഞ്ഞു. അതെവിടാ പറഞ്ഞത്? 95-ാം സങ്കീർത്തനത്തിലാണ്. നമുക്ക് ആ വാക്യം ശ്രദ്ധിക്കണം. 3-ാം വാക്യത്തിലും 5-ാം വാക്യത്തിലും അവരുടെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞു. അത് 95-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ച വാക്യമാണ്. എല്ലാവർക്കും അറിയാം. നമ്മളത് 3-ാം അധ്യായത്തിലും ഇതേ വാക്യം പല പ്രാവശ്യം നമ്മൾ വായിച്ചു. അവരെൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ ക്രോധത്തിൽ സത്യം ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 95-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വാക്യമാണ്. 95-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നത്. ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ സത്യം ചെയ്യും. ശ്രദ്ധിക്കുക. അന്നേരം അതേ വാക്യം തന്നെയാണ് കൂട്ടി ചെയ്തിരിക്കുന്നത്. 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കേണ്ട. 3-ാം അധ്യായത്തിന്റെ അതിന്റെ 11-ാം വാക്യത്തിലും അതേ വാക്യം തന്നെ പറയുന്നുണ്ട്. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കും. അന്നേരം ഇതേ വാക്യത്തിന്റെ കൂട്ടി ഞാനെന്ത് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ, അന്നേരം ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് 2-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 2-ന്റെ 2-ലെ വാക്യമാണ് എന്ത് ലോകസ്ഥാപനത്തിൽ പ്രവൃത്തികൾ തീർന്ന ശേഷം എന്നുള്ളതും 7-ാം നാളിൽ ദൈവം തന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്നുള്ളതും ഉൽപ്പത്തി പുസ്തകം 2-ന്റെ 2-ാം വാക്യത്തിലെ വാക്യമാണ്. അത് റെഫർ ചെയ്തിട്ട് പറയുകയാണ്, സങ്കീർത്തനം 95-ന്റെ 11-ൽ പറഞ്ഞിരിക്കുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല. അതായത്
ഈ ഉൽപ്പത്തി പുസ്തകം 2 പറഞ്ഞ സ്വസ്ഥത അവരാരും കടക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് താൻ ആ ഒരു തെളിവ് തരികയാണ് താഴോട്ട് വായിക്കുന്നത്. ഇനി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ 6-ാം വാക്യം ഒന്ന് വായിച്ചു. ഞാൻ പെട്ടെന്ന് അതിന്റെ ഭാഗം കൺക്ലൂഡ് ചെയ്യാം. 6-ാം വാക്യം വായിച്ചോ. അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇടശേഷിച്ചിരിക്കാലും മുമ്പേ സദ്വർത്തമാനം കേട്ടിട്ട് അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകുകയാണ്. അടുത്ത വാക്യോട് വായിച്ചു. ഇത്ര കാലത്തിന്റെ ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിച്ചു. മതി. ഇവിടെ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചൊന്ന് വായിച്ചാൽ എങ്ങനെ മനസ്സിലാവും? എന്താ പറഞ്ഞത്? ഇവിടെ പറയാം, അതുകൊണ്ട് ചിലർ എന്ത് ചെയ്തു? ഇവരാരും കടന്നില്ല. ആര് കടന്നില്ല? അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞതുകൊണ്ട് ഈ പറയുന്ന ആരും കയറിയില്ല. അതുകൊണ്ട് ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ താൻ കൽപ്പിച്ച അതേ സ്വസ്ഥത ഇപ്പോഴും ഉണ്ട്. ദൈവവുമായിട്ടുള്ള ആ ഒരു സ്പിരിച്വൽ യൂണിയൻ, ദൈവവുമായിട്ട് ചേർന്നിരിക്കുന്ന ഒരു, ഞാൻ ആദ്യം പറഞ്ഞ സ്വസ്ഥത വേറെ, കനാൻ സ്വസ്ഥതയാണ്. രണ്ടോട് തെറ്റിദ്ധരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 2-ാം അധ്യായം അതേ സ്വസ്ഥതയിലേക്ക് കയറാൻ ഈ വാഗ്ദത്തം ഇനി ശേഷിച്ചിരിക്കുകയാണ്. രണ്ടിൻ്റെയും കണ്ടീഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ഇവർ പറഞ്ഞ പോലെ അനുസരണക്കേട് നിമിത്തം അവരെന്ത് ചെയ്തു? പ്രവേശിച്ചില്ല. ഇങ്ങനൊരു സ്വസ്ഥത അവർക്ക് കൊടുത്തിട്ടും അവരെന്ത് ചെയ്തില്ല? പ്രവേശിച്ചില്ല. എന്നതുകൊണ്ട് 7-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് എന്ത് ചെയ്തു? ദാവീദ് മുഖാന്തരം പറയുകയാണ്, ഇന്ന് ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുക. നമുക്കറിയാം സങ്കീർത്തനം 95:8 വായിക്കണ്ട. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്നൊരു ദിവസം പിന്നെ നിശ്ചയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ ആ പറയുന്ന മുമ്പുള്ള ആൾക്കാരും കയറിയില്ല. അപ്പോൾ ഒരു സംശയം ന്യായമായിട്ട് അവരുടെ മനസ്സിൽ വരും. അപ്പം പഴയ നിയമത്തിൽ ഞങ്ങളോട് സ്വസ്ഥതയിൽ കയറുമെന്ന് പറഞ്ഞ ഒത്തിരി വാക്കുകളുണ്ടല്ലോ. നമുക്കറിയാം പഴയ നിയമത്തിൽ ഒത്തിരി വാക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർ സ്വസ്ഥതയിൽ കയറുമെന്ന് പറയുന്ന വാക്യങ്ങൾ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. അവർക്കറിയാം അവർ കയറിയ. നമുക്ക് 2-3 വാക്യം എടുത്തു കഴിഞ്ഞാൽ യോശുവയുടെ പുസ്തകം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചതാ. യോശുവ 21 വായിച്ചു വന്നു. 21 43-45 വാക്യം ഒന്ന് വായിക്കൂ. 21 43-40 വായിച്ചു. അതോട്ട് വായിച്ചു. യഹോവ ഇസ്രായേലിന് താൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം അവർക്ക് കൊടുത്തു. ശ്രദ്ധിച്ചേ. അന്നേരം നമ്മൾ ആദ്യം വായിച്ചായിരുന്നു സ്വസ്ഥതയുടെ വാഗ്ദത്തം പിതാക്കന്മാർക്ക് കൊടുത്തതിനാൽ നിങ്ങളെ കൊണ്ടുപോകുന്നാ പറഞ്ഞത്. ഇവിടെ പറയാണ്, യോശുവ പറയാണ്, നിങ്ങളെ അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലേ? ലോജിക്കലി നമ്മൾ ചോദിച്ചാൽ എന്താ ചോദ്യം? സ്വസ്ഥതയെ പ്രവേശിച്ചോ? പെട്ടെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ സ്വസ്ഥതയെ പ്രവേശിച്ചു. എന്നാൽ ഇവിടെ ഈ ലേഖനകർത്താവ് പറയുന്ന എബ്രായ ലേഖനത്തിൽ വരുമ്പം അവര് കയറിയ സ്വസ്ഥത യഥാർത്ഥ സ്വസ്ഥത അല്ലായിരുന്നെന്നാ ഞാൻ അത് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ഇസ്രായേൽ മക്കളോടൊരു സ്വസ്ഥത പറഞ്ഞു. ഉൽപ്പത്തി 2:2 പറയുന്ന യഥാർത്ഥ സ്വസ്ഥതയിലല്ല അവര് കയറിയത് അതിൻ്റെ ഒരു നിഴലായിട്ട് കൊടുത്ത സ്വസ്ഥതയിലാണ് കയറിയത്. ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്തു? മരുഭൂമിയിൽ പട്ടുപോയി. അത് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അതുകൊണ്ടാണ് 8-ാം വാക്യം നമ്മൾ തിരിച്ച് എബ്രായ ലേഖനത്തിലേക്ക് വരിക. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വരുമ്പോൾ യോശുവയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവര് സ്വസ്ഥതയിൽ കയറി ഇല്ലേ എന്നൊരു ചോദ്യം വരും. അതിന് ഉത്തരവാ പറയുന്നത്. വായിച്ചോ. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തി എങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കില്ല. ശ്രദ്ധിച്ചു, മനസ്സിലായോ? അന്നേരം യോശുവ അവർക്ക് എന്ത് വരുത്തിയില്ല? സ്വസ്ഥത വരുത്തിയില്ല. അവര് കയറിയ സ്വസ്ഥത യഥാർത്ഥ സ്വസ്ഥതയല്ലായിരുന്നു. ഉൽപ്പത്തി 2:2 സ്വസ്ഥതയല്ലായിരുന്നു. ദൈവത്തോടു കൂടി കയറുന്നൊരു സ്വസ്ഥതയല്ല. ആത്മീക യൂണിയന്റെ സ്വസ്ഥതയല്ലായിരുന്നു. നമ്മൾ ഇത്രയും വിശദമായിട്ട് ഈ യഹൂദ ജനത്തിന് ഈ പറയുന്ന സഭ എബ്രായ സഭയാണ്. അവർക്കിതെല്ലാം പഴയ നിയമം വെള്ളം പോലെ അറിയാം. അവരോട് പറയുകയാണ്, ഇങ്ങനെ സ്വസ്ഥതയിൽ നിങ്ങൾ പ്രവേശിക്കണം എന്ന് പറഞ്ഞിട്ട്, എൻ്റെ സമയം തീരുകയാണ്, ഞാൻ പറയാം, എന്നിട്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അടുത്ത വാക്യത്തിൽ പറയുകയാണ്. ഞാൻ അടുത്ത ക്ലാസ്സിൽ അതിനെ വിശദീകരിക്കാം. അതിന്റെ 9-ാം വാക്യം ഒന്ന് വായിക്കാം. ശ്രദ്ധിക്കുക. ഇവിടെ നേരെ വന്നിട്ട് ഈ ഒരു കൺക്ലൂഷൻ കൊണ്ടുവന്നിട്ട് ലേഖനകർത്താവ് എഴുതുക, ആകയാൽ എന്ത് ചെയ്തില്ല? യോശുവ കയറിയില്ല. യോശുവ കയറിയിരുന്നെങ്കിൽ ദാവീദ് അങ്ങനെ പറയാം. യോശുവയ്ക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷമാണ് ദാവീദ് സങ്കീർത്തനം എഴുതുന്നത്. സങ്കീർത്തനം പറഞ്ഞു ഇവരെന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറയും ആ സ്വസ്ഥത ഇപ്പോഴും ഉണ്ട്. എന്നിട്ട് 9-ാം വാക്യത്തിൽ നമുക്കൊരു വാഗ്ദത്തം നൽകിയിരിക്കുകയാണ്. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന്
ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. എ ശബത്ത് റെസ്റ്റ് എന്നാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നത്. കാര്യം ഈ ശബത്ത് റെസ്റ്റ് എന്താണ്? അത് 10-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അതിന്റെ വിശദീകരണം അടുത്ത ക്ലാസ്സിൽ. പിന്നെ 10-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചോ. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്നെന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായി. ശ്രദ്ധിക്കുക, എന്നാൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുക, ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് സ്വസ്ഥതയായത് എന്തോ? ഉൽപ്പത്തി പുസ്തകം 2:2. അതുപോലെ തന്നെ ദൈവവുമായിട്ട് ആ സ്പിരിച്വൽ യൂണിയനിൽ വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവനെന്ത് ചെയ്യും? തൻ്റെ പ്രവൃത്തികളിൽ നിന്ന്. അന്നേരം ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, ഈ പറയുന്ന സ്വസ്ഥത എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനാകുക. അത് നമ്മൾ ചിന്തിക്കുന്ന ഒന്നും ചെയ്യേണ്ടെന്നാണോ? അടുത്ത വാക്യം പറയുന്നുണ്ട്, ഈ സ്വസ്ഥതയിൽ എങ്ങനെ കയറും? 11-ാം വാക്യം കൂടെ വായിച്ചേ. അതുകൊണ്ടാരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്ന സ്വസ്ഥത എന്ന് പറയുന്നത് നാം ആ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് ഈ സ്വസ്ഥത. ഞാനിത് ആത്മീകമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ എൻ്റർ ചെയ്തു. ആദ്യത്തെ 3-ാം വാക്യത്തിൽ വായിച്ചു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ദൈവത്തോടു കൂടി ഒരു സ്വസ്ഥതയുണ്ട്. പഴയ നിയമത്തിലെ ആർക്കും അനുഭവിക്കാൻ പറ്റിയില്ല. എന്നാൽ തന്റെ ജനത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവം സ്വസ്ഥതയിൽ നിന്ന് പ്രവേശിച്ചതുപോലെ ഒരു സ്വസ്ഥത ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ നിത്യതയിൽ ചെല്ലുന്ന സ്വസ്ഥതയല്ല, മറിച്ച് കാര്യം അതെന്ന് പറയുന്നത് ഇപ്പൊ ശേഷിച്ചിരിക്കുന്ന അവനൊക്കെ ആകയാൽ ഇന്നൊന്നും പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ സ്വർഗത്തിൽ ചെല്ലുമ്പോഴുണ്ടെന്നുള്ള സ്വസ്ഥതയല്ല പറഞ്ഞത്. ചുരുക്കത്തിൽ ഞാൻ പറയാം, എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. നമുക്ക് ഈ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുണ്ട്. ആ സ്വസ്ഥത അവരെ പോലെ വീഴാതിരിക്കണമെങ്കിൽ ദൃഷ്ടാന്തത്തിനൊത്തോണം നമുക്ക് ലഭിക്കാതെ പോയി റെസ്റ്റ്ലെസ്സായി ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സ്പിരിച്വൽ യൂണിയനിലേക്ക് എത്താതെ നമ്മൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മളോട് പറയുകയാണ്, അവരെ പോലെ വീഴാതിരിക്കുക, സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കണം, ഡിലിജന്റ് ആയിരിക്കണം. ക്രിസ്തീയ ജീവിതം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കൽ ഞാൻ എൻ്റർ ചെയ്തു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതല്ല, മറിച്ച് വിശ്വാസത്തിൽ വളർന്ന് ആ ഉത്സാഹിച്ച് ആ സ്വസ്ഥതയിൽ പ്രവേശിച്ച് മുമ്പോട്ട് കടന്നു പോകാൻ ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുക. ഈ പറയുന്ന സ്വസ്ഥത എന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയുന്നത്. സമയം അവസാനിച്ചല്ലോ. അവിടെ നമുക്ക് ദൈവരങ്ങൾ ഏൽപ്പിക്കുമ്പോൾ നമ്മോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത് എനിക്ക് വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കനാൻ നാടിൻ്റെ പോലെ ഒരു സ്വസ്ഥത ദൈവം ഒരുക്കിയിട്ടുണ്ട്. കേറാത്ത, അവർ ചെയ്യാത്ത കാര്യങ്ങളിൽ. ഉൽപ്പത്തിയിൽ ദൈവം ആദമിനെ ഹവ്വയെ ആക്കിയത് അവർ ചെയ്യാത്ത, നിവൃത്തിയാക്കിയ സ്ഥലത്തേക്കാണ്. അതിനുശേഷം ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്ന് പറയുന്നത് തന്നോട് കൂടെ വസിക്കുന്ന ഒരു സ്വസ്ഥത. അവിടെ എന്ന് പറഞ്ഞാൽ അതിലേക്ക് കയറുവാൻ നാം ഉത്സാഹിക്കണം. അങ്ങനെ വരുമ്പോൾ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ അടുത്ത വാക്യത്തിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വായിക്കാൻ പറ്റും എങ്ങനെ ഈ സ്വസ്ഥതയിൽ കയറണം. അവിടെ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത എന്താണ്? ഇരുവായ്ത്തലയുള്ള വാളിനേക്കാളും മൂർച്ച. അടുത്ത വാക്യത്തിൽ അടുത്ത ക്ലാസ് നമുക്ക് ചിന്തിക്കാൻ പോവുകയാണ്, എങ്ങനെ ഈ ഉത്സാഹിക്കാൻ പറ്റും. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം ശ്രേഷ്ഠകരമാകണമെങ്കിൽ നമുക്കൊന്നും മറന്നു പോകരുത്, ആ സ്വസ്ഥത ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് വേണ്ടി കനാൻ നാടിനെ ഉപമിക്കുന്ന ഒരു സ്വസ്ഥതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിന്റെ സ്വസ്ഥത, ഹിസ് റെസ്റ്റ്, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ നമുക്ക് വാഗ്ദത്തമുണ്ട്. ദൈവജനത്തിന് മാത്രമുള്ള വാഗ്ദത്തമാണ്. അതുകൊണ്ടാണ് ക്രിസ്തീയ പൗലോസ് തൻ്റെ ശുശ്രൂഷയുടെ അവസാനം പറയുന്നുണ്ട്, ഞാൻ പിടിച്ചുവെന്നല്ല, പിടിക്കാൻ പറ്റുമോ എന്ന് ഞാൻ വിചാരിക്കുന്നതേ ഉള്ളൂ. എൻ്റെ അർത്ഥം അറിയോ? താൻ സകലതും തികച്ചുവെന്നല്ല. കാര്യം ഈ ഒരു റെസ്റ്റിന്റെ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ വെച്ച് തന്നെ നമ്മുടെ കർത്താവിനോടുള്ള ബന്ധം ആരംഭിക്കുകയാണ്. ഇന്ന് രാത്രികാലം അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ദൈവരങ്ങളിൽ ഏൽപ്പിക്കാം. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഇപ്പോൾ പ്രിയ മനുവദർ പ്രാർത്ഥിച്ച് നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം. സ്വർഗീയ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല